മഗേഷി സിൽക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നല്ല രസമായിട്ട് ഈ ഒരു സൽവാർ സെറ്റ് വരുന്നത്. നല്ലൊരു ഹാൻഡ് എംബ്രോയ്ഡറി വരുന്നുണ്ട്. അതുപോലെ ഫുള്ളായിട്ട് പ്രിൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു സെറ്റ് വരുന്നത്. ടോപ്പിൻ്റെ സൈഡിൽ നമുക്ക് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടും ദുപ്പട്ടയും സെയിം നമുക്ക് മഗേഷി സിൽക്കിലാണ് വരുന്നത്. നല്ലൊരു റെഡ് ഷെയ്ഡാണ്, ഡാർക്ക് ഒരു റെഡിഷ് മെറൂൺ കളറാണ് വരുന്നത്. ഇത് നമുക്ക് നല്ലൊരു ഗ്രീൻ ടോൺ വരുന്നുണ്ട്. പിന്നെ മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്നുണ്ട്. ലാസ്റ്റ് വന്നേക്കുന്ന ഗ്രേയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ 4 കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു. ടോപ്പിൻ്റെ പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ബേസ് കളർ റെഡ് വന്നിട്ട് അതിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് പീച്ച് കളർ ടോണിലാണ് ആ ഒരു കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത്. എന്നിട്ട് എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ദാമനിൽ സെപ്പറേറ്റ് പ്രിൻറ്റ് കൊടുത്തിട്ട് അതിൽ കാന്ത എംബ്രോയ്ഡറി ചെയ്ത് 2 സൈഡിലും നമുക്കൊരു ഗോൾഡൻ സെറി ബോർഡർ വരുന്നുണ്ട്. ബാക്ക് സൈഡും സെയിം പ്രിൻറ്റ് തന്നെയായിരിക്കും. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് വന്നേക്കുന്നത്. 2.5 മീറ്റർ ലെങ്ത് ടോപ്പിനുണ്ട്. ദുപ്പട്ടയാണെങ്കിലും നല്ല ഭംഗിയാണ്. ഈ ഒരു സൽവാർ സെറ്റിന് പ്യുവർ മഗേഷി സിൽക്കിലാട്ടോ ഈ ഒരു സെറ്റ് വരുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത്. സെൻറ്ററിൽ നമുക്കൊരു ബോക്സ് പാറ്റേൺ വന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പ്രിൻറ്റും പിന്നെ ടോപ്പിൻ്റെ പ്രിൻറ്റും ദാമനിൽ കണ്ട സെയിം പ്രിൻറ്റുമാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം വരുമ്പോഴത്തേക്ക് നമുക്ക് സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് നല്ലൊരു ഗ്രീൻ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രേ കളറാണ് നമുക്ക് ദുപ്പട്ടയുടെ സെൻറ്ററിലേക്ക് വരുന്നത്. എന്നിട്ട് സെയിം നമുക്ക് സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം നമുക്ക് മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ഈ സെറ്റ് വരുന്നത്. വി ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് സെയിം പാറ്റേൺ ഇതിൽ വന്നേക്കുന്നത്.